UDFും LDFും തമ്മിലുള്ള മത്സരത്തിൽ ഇപ്പോൾ UDF ആണ് മുമ്പിൽ നിൽക്കുന്നത്. LDF പിന്നോട്ട് പോയിരിക്കുകയാണ്. മുസ്ലിം വോട്ടുകൾ ഏതാണ്ടൊക്കെ ഏകീകരിക്കാൻ UDFന് സാധിച്ചു. ക്രൈസ്തവ വോട്ടുകളിൽ ചാഞ്ചാട്ടമുണ്ടെങ്കിലും ക്രൈസ്തവ വോട്ടുകൾ CPM നിന്നും അകലുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ മാറ്റം വലിയ ധ്രുവീകരണം ഉണ്ടാക്കുമ്പോൾ ക്രൈസ്തവ വോട്ടുകളും നിഷ്പക്ഷ വോട്ടുകളും BJPയിലേക്ക് മാറുമ്പോൾ അത് തിരിച്ചടിയാവുക UDFനാണ്. കാരണം CPM വിരുദ്ധമായി കഴിഞ്ഞിരിക്കുന്ന നിഷ്പക്ഷ വോട്ടുകൾ, CPM വിരുദ്ധമായി കഴിഞ്ഞിരിക്കുന്ന ക്രൈസ്തവ വോട്ടുകൾ അത് UDFയിലേക്ക് പോകേണ്ടതിന് പകരം BJPയിലേക്ക് വരാം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു കൊല്ലത്തിലധികമുണ്ട്. ഈ ഒരു കൊല്ലം കൃത്യമായ പദ്ധതി ഇട്ട് മുമ്പോട്ട് പോയാൽ ഒരു 10 സീറ്റ് വരെ BJPക്ക് നേടാവുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടാം. ശ്രദ്ധിക്കണം, ഈ 10 സീറ്റ് നഷ്ടപ്പെട്ടാൽ കോൺഗ്രസിന്റെ സാധ്യത അത്രയും കുറയുകയാണ്. കാരണം CPM എക്കാലത്തും ഒരു 60 സീറ്റ് ഉറപ്പിച്ചിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. എത്ര ജനവിരുദ്ധമാണെങ്കിലും CPMന് 60 സീറ്റ് കിട്ടുന്ന സാഹചര്യമുണ്ട്. ഈ 60 സീറ്റ് കിട്ടുന്ന സാഹചര്യത്തിൽ 10 സീറ്റ് BJP കൊണ്ടുപോയാൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്തായിരിക്കും? UDFന്റെ അവസ്ഥ എന്തായിരിക്കും? UDF ചങ്കിടിക്കുക തന്നെ വേണം. കാരണം കേന്ദ്ര നേതൃത്വം കൃത്യമായ പരീക്ഷണവുമായി രംഗത്തിറങ്ങുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ കാട്ടി തീവ്ര ഹിന്ദുത്വ പരീക്ഷണമല്ല, തികച്ചും വ്യത്യസ്തമായ പരീക്ഷണമാണ്. ഇവിടുത്തെ ഭിന്നിച്ചു നിൽക്കുന്ന BJP നേതാക്കൾക്ക് പോലും ഇയാളോട് ശത്രുതയില്ല. രാജീവ് ചന്ദ്രശേഖരോട് പരമ്പരാഗത നേതാക്കളിൽ ആരെങ്കിലും ആക്കിയാൽ അവർക്ക് ശത്രുതയുണ്ട്. ഈ ശത്രുത വർക്കൗട്ട് ചെയ്യും. എന്നാൽ അങ്ങനെ ഒരു സാഹചര്യമൊന്നുമില്ല. എന്തായാലും കേരള BJPയുടെ സുവർണ്ണകാലം എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. കേന്ദ്രത്തിന്റെ സർജിക്കൽ സ്ട്രൈക്ക് BJPക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് തീർച്ച.